വിറ്റ ബൈക്കിന്റെ പെറ്റിയുടെ തലവേദനയിലാണ് വെള്ളറടക്കാരനായ ഈ റോബർട്ട് രാജ. വിദേശത്ത് പോകുന്നതിന് മുമ്പാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്പ്ലെൻഡർ ബൈക്ക് വിൽക്കുന്നത്. 2023 AI ക്യാമറകൾ സ്ഥാപിച്ചതോടെ മറ്റാരോ ഓടിക്കുന്ന ബൈക്കിന് റോബർട്ട് രാജിന് കിട്ടിയത് 40-ലധികം പെറ്റികളാണ്. 2013 ഓഗസ്റ്റിലാണ് റോബർട്ട് രാജ് വിദേശത്തേക്ക് പോകുന്നതിന്റെ തലേനാൾ KL 19 71 63 എന്ന സ്പ്ലെൻഡർ ബൈക്ക് കച്ചവടക്കാർക്ക് വിൽക്കുന്നു. ട്രാൻസ്ഫർ ഫോം ഒപ്പിട്ട് ബൈക്ക് വാങ്ങുന്നയാളിന്റെ പേരിലേക്ക് വാഹനം മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് വിദേശത്തേക്ക് പോയത്. 2019 റോബർട്ട് രാജ് വിദേശത്തുനിന്നും മടങ്ങിയെത്തുന്നു. AI ക്യാമറകൾ സ്ഥാപിച്ചതോടെ പേരുമാറാതെ ഓടിയ ബൈക്കിന്റെ പെറ്റികൾ ചറപറയെന്ന് വന്നു തുടങ്ങി. 2024 പെറ്റി കയ്യിൽ കിട്ടിയതോടെ പാറശാല RTO ഓഫീസിലെത്തി പരിശോധിക്കുമ്പോഴാണ് 40-ലധികം പെറ്റികൾ തന്റെ പേരിൽ കിട്ടിയതായി അറിയുന്നത്. ലഭിച്ച പെറ്റികളിലെ ചിത്രങ്ങളെല്ലാം വ്യക്തമാണ്. പക്ഷേ ആളെ എങ്ങനെ തിരിച്ചറിയുമെന്ന അങ്കലാപ്പിലാണ് റോബർട്ട് രാജ്. ഇതാണ് ആ പുള്ളി. തന്റെ പേരിലല്ലാത്ത വാഹനത്തിൽ കുടുംബത്തോടൊപ്പം പോലും ഹെൽമറ്റില്ലാതെ ഒരു കൂസലുമില്ലാതെയാണ് യാത്ര. മറ്റൊരാളിന് പെറ്റികൾ കുമിഞ്ഞുകൂടുന്നു എന്നറിയാതെയാണോ ഈ യാത്ര എന്നതും അതിശയമാണ്. നെയ്യാറ്റിൻകര ബാലരാമപുരം പ്രദേശങ്ങളിൽ നിർബാധം ഓടുന്ന വണ്ടി 15 വർഷം മുമ്പ് വിറ്റ റോബർട്ട് രാജിന് തലവേദനയായി ഇന്ന് മാറുകയാണ്. അവസാനം പരിശോധിക്കുമ്പോൾ 2025 മാത്രം 5 പെറ്റികളാണ് റോബർട്ട് രാജിന്റെ പേരിലുള്ളത്. ഞാൻ 2008 സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഒരു ബൈക്ക് വാങ്ങി. അത് 2010 ആഗസ്റ്റ് മാസത്തിൽ ഞാൻ വിറ്റ് എനിക്ക് ഗൾഫിൽ പോകേണ്ട ഒരു വിസ ശരിയായതുകൊണ്ടാണ് ഞാൻ വിറ്റിട്ട് ഗൾഫിൽ പോയി. ആഗസ്റ്റിലാണ് പോകുന്നതിന് ഒരു ദിവസം മുമ്പാണ് ബൈക്ക് വിറ്റ് അവർ ഒരു ബൈക്ക് കച്ചവടക്കാരാണ് എൻ്റെ ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോയി. അവർ പറഞ്ഞ് പേരൊക്കെ മാറ്റി അവരെടുത്തോളാമെന്ന് പറഞ്ഞ് അന്ന് ഫോമിലെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ അത് മറന്നും പോയി. 2019 ഞാൻ തിരിച്ചു വന്നിട്ട് 2024 ലാസ്റ്റിൽ എനിക്ക് RTO ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്ന്. അപ്പോൾ അതിലൊരു പെറ്റി കിടക്കുന്നതുണ്ട്. ഞാൻ 15 വർഷം മുമ്പ് വിറ്റ ബൈക്കിൻ്റെ പെറ്റിയാണ് കിടന്നത്. അതുകൊണ്ട് ഞാൻ പാറശാല RTO ഓഫീസിൻ്റെ അവിടെ പോയി ഇത് അന്വേഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ പേരിൽ പെറ്റി ഏകദേശം 35,000 രൂപയോളം പെറ്റി കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്നാണ് വന്നത്. ഈ AI ക്യാമറ സ്ഥാപിച്ചതിന് ശേഷമാണ് പെറ്റികൾ കൂടുതൽ അടിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് നെയ്യാറ്റിൻകര ആ ഭാഗത്താണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്നിട്ട് ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ നേരെ വെള്ളയുടെ പോലീസ് സ്റ്റേഷനിൽ പോയി സർക്കിളിനെ കണ്ട് സംസാരിച്ച് പെറ്റീഷൻ കൊടുക്കാൻ സാറ് പറഞ്ഞ് നിങ്ങൾ കംപ്ലൈൻറ്റ് തന്നാണ്ട് ഒരു കാര്യമില്ല, കാരണം ഞങ്ങൾക്കിത് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ചെന്ന് ബൈക്ക് എവിടെ ആരുടെ കയ്യിലുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് വാ, ഞങ്ങൾ ബാക്കി ആക്ഷൻ എടുത്തോളാം, അല്ലാതെ ഇതിന് മേൽ നടപടികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ RTO ഓഫീസിൽ പോയപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ബൈക്കൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാനായിട്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞ് മുൻപ് അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നുമില്ല, നമ്മൾ വണ്ടി കണ്ടുപിടിച്ച് അവിടെ RTO ഓഫീസിൽ കൊടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോഴൊരു
ഇത്രയും വലിയ എമൗണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാം എക്സ്പയറായി. കാരണം 15 വർഷം ആകുമ്പോൾ വണ്ടി പുതുക്കേണ്ടതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. 15 വർഷം 18 മുതൽ ഇപ്പോൾ 17 വർഷമായി വണ്ടി വാങ്ങിച്ചിട്ട്. ഞാൻ വിറ്റിട്ട് 15 വർഷമായി. ഇത് അന്ന് കൊടുത്തപ്പോൾ ഈ പേര് മാറ്റം ആർക്കാണ് വിറ്റത്? വിറ്റവര് വണ്ടി കച്ചവടക്കാരനാണ് വാങ്ങിച്ചത്. ഇവിടെ എൻ്റെ ദേവിയോടുള്ള ഒരാൾ. പുള്ളിയെ ഞാൻ ചെന്ന് കണ്ടായിരുന്നു. പുള്ളിയുടെ അതിൻ്റെ റെക്കോർഡുകളൊന്നുമില്ല. പുള്ളി ഇപ്പം ഫൈനാൻസ് കൊടുക്കുന്ന ഒരു ബൈക്കിൻ്റെ ഷോപ്പ് തന്നെ ഇട്ടിരിക്കുന്നത്. പുള്ളിയുടെ 2011 മുതലുള്ള റെക്കോർഡുകളുള്ളൂ. 10 മുമ്പ് അതിന് ഞാൻ കൊടുത്ത സമയത്തുള്ള റെക്കോർഡുകളൊന്നുമില്ല. അതുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ആരാണ് ആ ബൈക്ക് വാങ്ങിക്കൊണ്ട് പോയതെന്ന് പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് വാങ്ങിയപ്പം ഈ പേപ്പർ എല്ലാ ഫോമിലും ഒപ്പിട്ടൊക്കെ കൊടുത്ത് അവർ മാറി എടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ കൊണ്ടുപോയത്. അതിന് മുമ്പ് ഞാൻ ഒരു ബൈക്ക് 2012 ഞാൻ ഒരു ബൈക്ക് വിറ്റിരുന്നു. അത് അവർ തന്നെയാണ് വാങ്ങി അവർ അതൊക്കെ പേരൊക്കെ മാറ്റിയെടുത്തു. അതുകൊണ്ടാണ് എനിക്ക് ഈ 2024 വരെ ഒരു പേപ്പറൊന്നും അറിയില്ല വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അവർ പേര് മാറ്റി എല്ലാം ക്ലിയർ ആയി കാണുന്നു. ഇപ്പോഴീ പേപ്പർ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് വണ്ടി ഇപ്പോഴും എൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. നിലവിൽ ബൈക്കോടിക്കുന്നയാളെ കണ്ടെത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. ഹെൽമറ്റ് ഇല്ലാതെ കറങ്ങി നടക്കുന്നയാൾ വാഹനം അപകടത്തിൽപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചാലും ഉത്തരവാദി ബൈക്കിന്റെ നിലവിലെ ഉടമയായ റോബർട്ട് രാജായിരിക്കും. ആളെ കണ്ടുപിടിച്ചു നൽകണമെന്ന അപേക്ഷയിലാണ് ഇന്ന് റോബർട്ട് രാജ്. അറിയുന്നവർ ദയവായി റോബർട്ട് രാജിനെ 96 33 08 76 07 എന്ന നമ്പറിലോ നെയ്യാറ്റിൻകര ന്യൂസിന്റെ 79 07 17 63 83 എന്ന നമ്പറിലേക്കോ വിളിച്ചറിയിക്കാൻ അപേക്ഷ.